സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നത് പറ്റാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. സോ ഡ്രാഗൺ ഇവൻറ്റിൽ ആക്ച്വലി എങ്ങനെ ഈസി ആയിട്ട് ഐസ് ക്യൂബ്സ് ഏൺ ചെയ്യാം, അതുപോലെ റിവാർഡ്സ് എത്രത്തോളം ഉണ്ട്, അതായത് റിവാർഡ് പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്കിവിടെ കാണിക്കുന്ന ആക്ച്വലി 10K വരെയാണ് കാണിക്കുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്ച്വലി ഈ അക്കൗണ്ടിൽ ഞാൻ ഉദ്ദേശിച്ച് 3.9K ആക്കിയിട്ടുള്ളൂ. സോ ആക്ച്വലി നമുക്ക് 10K എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബോണസ് ട്രാക്ക് അൺലോക്ക് ആവത്തുള്ളൂ. സോ ബോണസ് ട്രാക്കിൽ ഏകദേശം 1.2K അടുത്ത് സൂപ്പർ ഡ്രാഗൺ മെഡൽസ് അവൈലബിൾ ആയിരിക്കും. സോ അതാണ് ഏകദേശം വരുന്ന ലെവൽ എന്ന് പറയുകയാണെങ്കിൽ. സോ ഞാൻ എന്തായാലും ഈ അക്കൗണ്ടിൽ അൺലോക്ക് ആയിട്ടില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഷെയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഇൻകോൺലറ്റ് ഇന്നും പോയിട്ടില്ല. സോ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ അക്കൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ക്ലെയിം ചെയ്യാത്ത അക്കൗണ്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. സോ എല്ലാവരും എടുക്കുകയാണെന്ന് കരുതുന്നു. സോ ഇനി എടുക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യുക. സോ ഇനി എത്ര കാലം അതൊരു എക്സ്റ്റെൻഡ് ചെയ്ത് തരും, എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊന്നും തന്നെ ക്ലാസ് ഓഫ് ക്ലാസ് ഇതാകുന്നില്ല. സോ എന്തായാലും ഒരാഴ്ച കൂടി ടൈമുണ്ട്. സോ എന്തായാലും എടുക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ജംസ് ഉണ്ടാക്കാൻ ഇല്ല, അല്ലെങ്കിൽ അറിയത്തില്ല, ഈസി അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ ആക്ച്വലി കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം, അതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. നെക്സ്റ്റ് ഇനി എങ്ങനെ നമുക്ക് ആക്ച്വലി സൂപ്പർ ഡ്രാഗൺ ഇവൻറ്റ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാം അതാണ്. സോ നോക്കുകയാണെങ്കിൽ ഏകദേശം 10K ഫസ്റ്റ് പോയിൻറ്റ്സ് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ബോണസ് ട്രാക്ക് അൺലോക്ക് ആകത്തുള്ളൂ. അത് നമ്മൾ പറഞ്ഞതാണ്. സോ ബോണസ് ട്രാക്കിൽ ആക്ച്വലി ഒരു 130 ടോക്കൺസ് വെച്ചിട്ടായിരിക്കും ആക്ച്വലി ഉണ്ടാവുക. സോ അങ്ങനെ 130 വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 1150 അല്ലെങ്കിൽ 1200 അടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 10 ടൈംസ് ട്രാക്ക് വരുന്നതാണ്. സോ ലാസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 46K 48K വരെ ആക്ച്വലി നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യേണ്ടി വന്നു. എന്തായാലും നമ്മൾ എല്ലാ അക്കൗണ്ടും നമ്മൾ ഏൺ ചെയ്തു, സിമ്പിളാണ് ആക്ച്വലി. അപ്പോൾ ഇതെങ്ങനെ ഏൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി കോൺസിക്യൂട്ടീവ് അറ്റാക്സ് എടുത്തുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആക്ച്വലി ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കൂടുതലായി വന്നുകൊണ്ടിരുന്നു. സോ കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒരു 250 300 അങ്ങനെ ഒരു ലെവലിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് അവസാനം നോക്കുമ്പോൾ ഏകദേശം 900 ആ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ആക്ച്വലി ലാസ്റ്റ് ടൈം കൂടി വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ മുന്നത്തെ തവണയും അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഈ ടൈം എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 675 സംതിങ് ആണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. ഇവൻ്റെ ആക്ച്വലി എങ്ങനെ ഐസ് ക്യൂബ്സ് ഏൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർസാണ് അറ്റാക്ക്. നമ്മളിപ്പോൾ 3 സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഓരോ സ്റ്റാറിനും 150 വെച്ച് നമുക്ക് 450യും, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ ഡ്രാഗൺ ഉപയോഗിച്ച് നമ്മൾ 3 സ്റ്റാർ ചെയ്യുന്നതിന് നമുക്ക് 225 ആണ് കിട്ടുന്നത്. സോ ഇപ്പോൾ 2 സ്റ്റാർ ചെയ്തപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 കിട്ടത്തുള്ളൂ. 3 സ്റ്റാർ ചെയ്താൽ മാത്രമേ നമുക്ക് അഡീഷണൽ 225 ആയിട്ട് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ ഓഫ് 675 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ 3 സ്റ്റാർ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 600 വെച്ച് കിട്ടത്തുള്ളൂ, ആയിട്ട് 2 സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ. സോ അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈസി ആയിട്ട് ഏൺ ചെയ്യുന്ന മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സൂപ്പർ ഡ്രാഗൺ ട്രെയിനിങ് ടൈം വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 minutes 6 seconds ആണ് ആക്ച്വലി സൂപ്പർ ഡ്രാഗൺ ട്രെയിനിങ് ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് ആക്ച്വലി അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആക്ച്വലി ട്രെയിനിങ് ബഫ് ഓൾറെഡി അൺലോക്ക് ചെയ്തിട്ടുണ്ടായി. 30% ഓഫ് ഇൻ ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 3 minutes വരും. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കംപ്ലീറ്റ് ആകാം. വേറെ ഒന്നും കൊണ്ടല്ല ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആർമി കോമ്പോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതും ആക്ച്വലി സീസ് നമുക്ക് ആവശ്യം വരും. സോ സീസ് റീഇൻഫോഴ്സ് ചെയ്യാൻ നിങ്ങളുടെ ഇപ്പോൾ ആക്ച്വലി അത്രത്തോളം റീഇൻഫോഴ്സ്മെൻറ്റ് പോയിൻറ്റ്സ് ഇല്ല. ഇപ്പോൾ എൻ്റെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇത് 2.8K ആയിരുന്നു, 4K ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ അറ്റാക്കും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ജെയിൻ ഗോട്ടിൽ എടുക്കാനുണ്ടായിരുന്നു. സോ അതിന് ചലഞ്ചസിന് വേണ്ടി അറ്റാക്ക് എടുത്തു. അത് ആക്ച്വലി വെറും CC മാത്രം എടുത്ത് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത് ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുകയാണെങ്കിൽ എനിക്ക് മൊണോലിക് ചലഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ മൊണോലിക് ചലഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ CC മാത്രം വെച്ച് അറ്റാക്ക് എടുത്ത് ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി. സോ നോക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ആക്ച്വലി കുറേ ട്രോഫീസൊക്കെ പോയി, അതൊന്നും കാര്യമില്ല. നമുക്ക് ആക്ച്വലി ഈവൻറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് എടുത്ത് കൊണ്ടിരിക്കുന്നതോറും നമുക്ക് ട്രോഫീസ് തിരിച്ച് പഴയ പോലെ തന്നെ എത്തുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ബെനിഫിറ്റിലായിരിക്കും. സോ നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിലായി നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രൂപ്പ് ബൂസ്റ്റ് ചെയ്തിടുക. എന്നിപ്പോൾ ഏതാണ് നിങ്ങൾ നല്ല അക്കൗണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഏത് ട്രൂപ്പാണ് നല്ല സൂപ്പർ ട്രൂപ്പ് ഉള്ളത്, ആ ട്രൂപ്പിനെ നിങ്ങൾ ആക്ച്വലി പോഷൻ വെച്ച് അൺലോക്ക് ചെയ്തിടുക. സോ അതിനെ ട്രെയിൻ ചെയ്തിട്ട് വയ്ക്കുക. നിങ്ങൾ ബാക്കിയുള്ള അക്കൗണ്ട്സിലോട്ട് അത് ആക്ച്വലി CC ആയിട്ട് ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പടി ആക്ച്വലി കുറയും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിൽ അറ്റ് എ ടൈം നിങ്ങൾ 2 അറ്റാക്ക് എടുക്കാതിരിക്കാൻ നോക്കുക.
ആണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിൽ കയറും, ഫസ്റ്റ് CC റിക്വസ്റ്റ് ഇടും, അതിൻ്റെ മറ്റേ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടിൽ കയറും, അതിൽ നിന്ന് ആക്ച്വലി CC ഡൊണേറ്റ് ചെയ്യും, തിരിച്ച് ഈ അക്കൗണ്ടിൽ വരും, അറ്റാക്ക് എടുക്കും, സോങ് ആണെങ്കിൽ പിന്നെ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ടൈം വെയിറ്റ് ചെയ്യില്ല, നേരെ അടുത്ത് റെയിൻഫോഴ്സ് ചെയ്യും, അതിൻ്റെ അടുത്ത അറ്റാക്ക് എടുക്കും. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. സോ ഈവൻസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഒരു അക്കൗണ്ട് അറ്റ് എ ടൈം അറ്റാക്ക് എടുക്കുക, അതിൻ്റെ അടുത്ത അക്കൗണ്ടിലോട്ട് പോവുക, അതിലും സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് CC റിക്വസ്റ്റ് ഇടുക, അതിൻ്റെ ആക്ച്വലി അത് മറ്റേ അക്കൗണ്ടിൽ കയറി ഡൊണേറ്റ് ചെയ്യുക, അതിൻ്റെ ഇതിൽ കയറി വീണ്ടും അറ്റാക്ക് എടുക്കുക. അങ്ങനെ ഒരു അറ്റാക്ക് വെച്ച് നമ്മൾ എടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു 5 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി 6ാമത്തെ അക്കൗണ്ടാണ് നിങ്ങളിപ്പോൾ ബൂസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. സോ ബാക്കിയുള്ള ഈ 5 അക്കൗണ്ടിലേക്കും ആദ്യം റിക്വസ്റ്റ് ഇടുക, സോ അതിലെല്ലാത്തിനും ഡൊണേറ്റ് ചെയ്യുക, പിന്നെ തിരിച്ച് ഒരു അക്കൗണ്ടിൽ കയറുക, അതിലൊരു അറ്റാക്ക് എടുക്കുക, അതിൻ്റെ അടുത്ത അക്കൗണ്ടിൽ കയറുക, ഒരു അറ്റാക്ക് എടുക്കുക, പിന്നെ 5 അക്കൗണ്ടും ചെയ്യുക. സോ നിങ്ങളിങ്ങനെ 5 അക്കൗണ്ടിലും അറ്റാക്ക് എടുത്ത് വരുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾ പിന്നെയും തിരിച്ച് ആദ്യം അറ്റാക്ക് എടുത്ത അക്കൗണ്ടിൽ നിങ്ങൾ പോകുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ റിക്വസ്റ്റ് കൂൾ ഡൗൺ ടൈം എന്ന് പറയുന്നത് തീർന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ പിന്നെയും തിരിച്ച് അതിൽ റിക്വസ്റ്റ് ഇടാം, അടുത്ത അക്കൗണ്ടിൽ കയറാം, റിക്വസ്റ്റ് ഇടാം, അങ്ങനെ എല്ലാ അക്കൗണ്ടിലും തിരിച്ച് വീണ്ടും റിക്വസ്റ്റ് ഇടാം, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CC റീഇൻഫോഴ്സ് ചെയ്യുന്ന പണി നന്നായി തന്നെ കുറഞ്ഞു കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഡൊണേഷൻ റേഞ്ചോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട്സിൽ ആക്ച്വലി ട്രൂപ്സിന് ബൂസ്റ്റ് ചെയ്ത് ഇട്ട് വയ്ക്കുക, അതൊന്ന് ഡൊണേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചലഞ്ച് കംപ്ലീറ്റ് ആവും, നിങ്ങളുടെ മറ്റുള്ള അക്കൗണ്ടിൽ CC റീഇൻഫോഴ്സ് ചെയ്യണം എന്നുള്ള കഷ്ടപ്പാടില്ല. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോയിൻറ്റ്സ് ഏൺ ചെയ്യാണ്ടിരിക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യാതെ അറ്റാക്ക് എടുത്തുകൊണ്ട് വരിക. സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിലിപ്പോൾ ഈ അക്കൗണ്ടിലാണ് ഞാൻ ആക്ച്വലി ബൂസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഞാൻ ഏകദേശം വന്നിട്ട് തന്നെ എനിക്കിതേ ഇപ്പോൾ 3.9K പോയിൻറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒരു അക്കൗണ്ടിൽ നിന്ന് ആക്ച്വലി റിക്വസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് എന്തായാലും ഫസ്റ്റ് സൂപ്പർ ആർച്ചറാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കയറി കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഒന്ന് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഞാൻ ലോഗിൻ ചെയ്യട്ടെ. സോ ഇത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി CC കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി ഇത് 10K കംപ്ലീറ്റ് ആയി. നോക്കുകയാണെങ്കിൽ ഇത് 130 മെഡൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ബോണസ് ട്രാക്കിൽ 1000 പോയിൻറ്റ് 130 മെഡലിനാണ് കിട്ടുന്നത്. സോ 1000 പോയിൻറ്റ് നിങ്ങൾ ഏൺ ചെയ്തതിനാൽ നിങ്ങൾക്ക് 130 കിട്ടും, അങ്ങനെ അടുത്ത 1000 ഏൺ ചെയ്തതിനാൽ 130 കിട്ടും. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് കൂടുന്നോറും അത് മൾട്ടിപ്ലൈ ആയി പോകുന്നതാണ്. സോ 1000 പോയിൻറ്റ് ഉള്ളത് 2000 പോയിൻ്റ് ആവും, 3000 പോയിൻ്റ് ആവും, 4000 ആവും, 5000 ആവും, അങ്ങനെ അത് കൂടി പോകുന്നതാണ്. സോ 10,000, 5000, 3000 അങ്ങനെ പല റേഞ്ചിലോട്ട് അത് മാറി പോകും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ച്വലി അത്രത്തോളം ടോട്ടൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണ് ആക്ച്വലി ലാസ്റ്റ് 46 or 48K സംതിങ് എത്തിയത്. സോ അത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾ ഫുള്ളായിട്ട് ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റിവാർഡ്സ് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആക്ച്വലി 2 or 3 തവണയായിട്ട് വൗച്ചേഴ്സ് കൊടുക്കുന്നതാണ്. സോ നോക്കുകയാണെങ്കിൽ ഈ ടൈം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വൗച്ചർ കൊടുത്തിട്ടുണ്ട്. വൗച്ചർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ക്ലാഷ് ഓഫ് ക്ലാൻസ് തന്നെ റീഡയറക്റ്റ് ആവും. സോ അതിൽ ആക്ച്വലി ക്ലെയിം എന്ന് പറഞ്ഞാൽ കാണിക്കും. സോ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 150 സംതിങ് ഐസ് ക്യൂബ്സ് കിട്ടും. പിന്നെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 100 or 150 ഡ്രാഗൺ ടോക്കൺസും കിട്ടും. സോ അതെന്തായാലും ജസ്റ്റ് ക്ലെയിം ചെയ്യുക. സോ ആക്ച്വലി റിവാർഡ്സിൽ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് ആക്ച്വലി ഒരു 150 അഡീഷണൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അഡീഷണൽ ഒരു റിവാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റിയേക്കാം. സോ ലാസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി 200 കൂടി കിട്ടുകയാണെങ്കിൽ എനിക്ക് 1 more നല്ലൊരു റിവാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ആക്ച്വലി കിട്ടിയില്ല. സോ അപ്പോൾ അങ്ങനെ നല്ല റിവാർഡ്സ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടോക്കൺസും മറ്റു കാര്യങ്ങളൊക്കെ വേണം. എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി മാക്സിമം നന്നായി കളിക്കുക, പരമാവധി അറ്റാക്സ് എടുക്കുക, എല്ലാം തന്നെ 3 സ്റ്റാർ ചെയ്യാൻ നോക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ എന്തായാലും എനിക്ക് അറിയാവുന്ന ആർമി കോമ്പോസ് ഞാൻ വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം. സോ ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്യാം. മെയിൻലി എല്ലാ ആർമീസും സൂപ്പർ ഡ്രാഗൺ ആർമീസാണ്. അതിന് നമ്മൾ CC നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ സൂപ്പർ ആർച്ചർ അല്ലെങ്കിൽ സൂപ്പർ വിസ്, അതായത് ബ്ലിസാർഡ് കോമ്പോസാണ്. സോ സൂപ്പർ ആർച്ചർ ക്ലോൺ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 5 ഇൻവിസിബിലിറ്റി സ്പെൽ ആൻഡ് ഒരു ക്ലോൺ സ്പെൽ വിത്ത് റേജ് അങ്ങനെയൊക്കെയാണ് ആക്ച്വലി കോമ്പോ വരുന്നത്. സോ എന്തായാലും ഞാൻ ആക്ച്വലി ആർമി കോമ്പോസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ആക്ച്വലി സൂപ്പർ ഡ്രാഗൺ ആർമീസ് തന്നെ ഈ ഈവൻറ്റിൽ ഉപയോഗിക്കാൻ നോക്കുക. സോ അതിന് ആക്ച്വലി ബോണസ് അഡീഷണൽ കിട്ടും. ഞാൻ പറഞ്ഞില്ല ആക്ച്വലി ഏകദേശം 225 മെഡൽസ് ആക്ച്വലി ബോണസ് കിട്ടും. സോ നിങ്ങൾ 3 സ്റ്റാർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ആക്ച്വലി 675 പോയിൻറ്റ്സ് വെച്ച് ഓരോ അറ്റാക്കിലും കിട്ടും. സോ മാക്സിമം എല്ലാവരും സൂപ്പർ ഡ്രാഗൺ വെച്ചിട്ട് തന്നെ കളിക്കാൻ നോക്കാം. അതിന് ഞാൻ ജസ്റ്റ് സൂപ്പർ ഡ്രാഗൺ ഒരു അറ്റാക്ക് കാണിച്ചു തരാം. സോ എന്നാലും എൻ്റെ ആർമി കോമ്പോ നോക്കുകയാണെങ്കിൽ 7 സൂപ്പർ ഡ്രാഗൺ, 2 റേജ്, ഒരു ഫ്രീസ്, ഒരു ക്ലോൺ, 3 ഇൻവിസിബിലിറ്റി ആൻഡ് CC നോക്കുകയാണെങ്കിൽ 2 ഇൻവിസിബിൾ സ്പെൽ, 3 സൂപ്പർ ആർച്ചർ, 1 ബാറ്റിൽ ബ്ലംബ് ആൻഡ് ഹീറോസ് നോക്കുകയാണെങ്കിൽ
കിങ് ലെവൽ 55 ആണ്. സോ കിങ്ങിൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ബാർബറും പപ്പറ്റും അതിൻ്റെ നമ്മുടെ എർക്ക്വേക്ക് ബൂട്ട്സും ആണ്. സോ ക്വീൻ്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫ്രോസ്റ്റ് ആറോ അതിൻ്റെ ഇൻവിസിബിലിറ്റി ആണ്. അതിൻ്റെ നമ്മുടെ ഗ്രാൻഡ് വാട്ടർ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂ ആയിട്ട് വന്നൊരു എബിലിറ്റി ഞാൻ ആക്ച്വലി നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇത് റേജമാണ് ഞാൻ ആക്ച്വലി കൂടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എറ്റേണൽ ടോം ഞാൻ ആക്ച്വലി റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം സൂപ്പർ ഡ്രാഗൺ ആക്ച്വലി എറ്റേണൽ ടോമിൻ്റെ അത്ര അത്യാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ RC നോക്കുകയാണെങ്കിൽ അസ്യൂഷൻ നമ്മൾ നേരത്തെ ഉള്ള എബിലിറ്റീസ് തന്നെയാണ്. ഞാൻ RCയുടെ എബിലിറ്റീസ് ഒന്നും തന്നെ പുതിയ എബിലിറ്റീസ് ഒന്നും അൺലോക്ക് ആക്കിയിട്ടില്ല. സോ എന്തായാലും നേരെ നമുക്ക് അറ്റാക്ക് എടുക്കാം. പിന്നെ ആക്ച്വലി ആർമി കോമ്പോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് മാക്സിമം നമ്മുടെ ബിൽഡിങ്സ് എല്ലാം തന്നെ കോറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ ബിൽഡിങ്സ് എല്ലാം തന്നെ അടുത്തടുത്താണ്. അതും എക്സ്ബോസും സ്കാറ്റർ ഷോട്ടും ഈഗിളാട്ടിലും എല്ലാം തന്നെ അടുത്തുണ്ട്. സോ നമ്മൾ നേരെ അറ്റാക്ക് എടുക്കണം. സോ ഫസ്റ്റ് 2 സൈഡിലായിട്ട് ഓരോ സൂപ്പർ ഡ്രാഗൺ ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. സോ സെൻറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോസ് എല്ലാം തന്നെ ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. സോ കാണിക്കുന്ന ഗ്രാൻഡ് വാർഡൻ എല്ലാം ഞാൻ ഇറക്കി കൊടുത്തു. സോ അതേ ഇവിടെ ജസ്റ്റ് കോറിലാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. കളി സ്വീപ്പറിൻ്റെ പുഷ് കിട്ടി. അപ്പോഴേക്കും ഇതേ ബ്ലിസാർഡ് പൊട്ടി. സോ നോ ഇഷ്യൂ ഗൈസ്. നമ്മളിതേ സൂപ്പർ ആർച്ചേഴ്സ് വിത്ത് ക്ലോൺസ് ഒരു അറ്റാക്ക് നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കാണിതേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൂപ്പർ ആർച്ചേഴ്സ് അവിടെ വാല്യൂ എടുത്ത് തരും. സോ എന്തായാലും നമ്മൾ ഇൻവിസിബിലിറ്റി ഇട്ടിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക ഗൈസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇൻവിസിബിലിറ്റി ഇട്ട് കൊടുക്കുക. സോ അതന്നെ നമുക്ക് ആക്ച്വലി നല്ല രീതിക്ക് വാല്യൂ എടുത്ത് തരും. സോ കാണിതേ ആ സൈഡിലെ മൊത്തം കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഹീറോസ് ആൻഡ് നമ്മുടെ സൂപ്പർ ആർച്ചേഴ്സ് വേർന്ന് എടുത്ത് തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ അതേപോലെ റേജ് ഇടാം. 1 ഇൻവിസിബിലിറ്റി കൂടി കൊടുക്കണം. സോ സൂപ്പർ ഡ്രാഗൺ ആക്ച്വലി അവിടെ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്ത് തരും. സോ കാണിതേ ഇപ്പുറത്തെ സൂപ്പർ ഡ്രാഗനും കൂടി ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ജസ്റ്റ് ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ആവണമെന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. സോ കാണിയത് നമ്മുടെ കിങ് ഓൾമോസ്റ്റ് ഡെഡ് ആവാനായിട്ട് നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ആക്ച്വലി സ്റ്റിൽ അലൈവ് ആണ്. സോ കാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ ഗൈസ് ഗ്രാൻഡ് വാർഡൻ ഡെഡ് ആയിട്ടുണ്ട്. സോ 4 സൂപ്പർ ഡ്രാഗൺസ് നമുക്ക് അലൈവ് ആണ്. സോ ഞാൻ ജസ്റ്റ് എന്തായാലും നേരെ കോർപ്പുഷാണ് ടൗൺ ഹോൾ എടുക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സ്പാം അറ്റാക്കാണ് ഞാൻ ഇന്ന് ചെയ്തത്. വലിയ പ്ലാനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്തില്ല. സിംപ്ലി സ്പാം ചെയ്ത് വിട്ടു. നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യുന്നതോടെ തന്നെ നമുക്ക് ആക്ച്വലി നല്ല രീതിക്ക് തന്നെ വാല്യൂ കിട്ടും. സോ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സൂപ്പർ ഡ്രാഗൺ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഫണൽ ചെയ്ത് നമുക്ക് ഡ്രാഗൺസും മറ്റേ ആർമി ആയിരുന്ന കാര്യമായാലും നമുക്ക് ജസ്റ്റ് കോർ പുഷ് ചെയ്യുക. അതാണ് ആക്ച്വലി സിമ്പിളസ്റ്റ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ. സോ അത് ടൗൺ ഹോൾ നമുക്ക് എന്തായാലും കിട്ടിയില്ല. സോ എനിവേസ് നോ പ്രോബ്ലം ഗൈസ്. നമുക്ക് ആക്ച്വലി 67% വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സിംപ്ലി വെറുതെ ഡിപ്ലോയ് ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി സിമ്പിളായിട്ട് നമുക്ക് അറ്റാക്ക് എടുക്കാൻ പറ്റും. സോ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് കുറച്ച് മെഡൽസ് കിട്ടി. നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ജസ്റ്റ് ഇത് ബുക്ക് ചെയ്ത് അറ്റാക്ക് അടിച്ചപ്പോൾ ആക്ച്വലി 25 ട്രോഫീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതേ നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു 18 ട്രോഫി, ഇത് 14 ട്രോഫി, അത് 97% ആണ്. സോ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് ബേസും നമുക്ക് 3 സ്റ്റാർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർമി തന്നെയാണ്. സോ നമ്മുടെ അറ്റാക്കും പിന്നെ ആ ബേസിൻ്റെ ഡിഫൻസും മറ്റു കാര്യങ്ങളും തന്നെ ഉണ്ടാകും. സോ ഈ ആർമി കോമ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി മെയിൻ നോക്കേണ്ടത് മെയിൻ ഡിഫൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആക്ച്വലി കോറിലുണ്ടോ നോക്കുക. സോ അങ്ങനെയാണെങ്കിൽ പക്കയായിട്ട് നമ്മുടെ ബ്ലിസാർഡ് സൂപ്പർ ആർച്ചർ ക്ലോൺ ഏത് തന്നെ ആയാലും പക്കയായിട്ട് കോറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. അതിൻ്റെ ആ ബിൽഡിങ്സോ എല്ലാം തന്നെ എടുക്കാൻ നോക്കുക. സോ അങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഡ്രാഗൺസ് ജസ്റ്റ് ക്ലീനപ്പ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവുള്ളൂ. നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുറച്ച് ഡിഫൻസ് എന്തായാലും ഉണ്ടാകും. സോ അത് നമ്മുടെ ഹീറോസും മറ്റ് ട്രോപ്സും എല്ലാം കൂടെ തന്നെ എടുത്തു തരും. സോ അതാണ് ആക്ച്വലി ഈ ആർമി കോമ്പോടെ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.